ആശ്രയമരുളും അഭയസങ്കേതം. Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം. Divine, divine, divine. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ ആഴ്ചയും കർത്താവിൻ്റെ സന്നിധിയിലായിരുന്ന് നന്ദി പറയുവാനായി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണിത്. ഡിവൈൻ ധ്യാനകേന്ദ്രം അനേക ലക്ഷങ്ങളെ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിച്ച് അനേക ജീവിതങ്ങളിലേക്ക് സുവിശേഷത്തിൻ്റെ വെളിച്ചം പകർന്ന് കർത്താവിൻ്റെ ആലയമായി പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോ നൽകുന്നതല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. കർത്താവ് നൽകുന്നതാണ് സകലതും. ഈ ഒരു മനോഭാവം നമ്മൾ ഉണ്ടായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്ന കൊറിന്ത്യോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 1-ാം തിരുവചനം, എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുമുണ്ട്, അതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം. പൗലോസ്ലീഹ പറയുക, എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുമുണ്ട്. അപ്പോൾ തൻ്റെ കഴിവുകളെക്കുറിച്ചൊക്കെ ഇടയ്ക്ക് പൗലോസ്ലീഹ പറയാറുണ്ട്. എങ്കിലും വലിയൊരു ദൈവകൃപയിലേക്കുള്ള വളർച്ചയിൽ പൗലോസ്ലീഹായ്ക്ക് ലഭിച്ചൊരു ബോധ്യമാണ്, എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുമുണ്ട്, എന്നാൽ അതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ആത്മപ്രശംസ കൊണ്ട് നമുക്കൊരു നേട്ടവും ഉണ്ടാക്കാൻ പറ്റൂല. ആത്മപ്രശംസ ഒരിക്കലും നമുക്ക് ദൈവാനുഗ്രഹം നൽകുന്നതല്ല. നൽകപ്പെട്ടതാണ് എന്ന് ബോധ്യത്തോടെ നൽകിയവനോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം. അപ്പോൾ ആ ഒരു ബോധ്യത്തോടെ നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ഒരാഴ്ച കാലം വചനം ശ്രവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പ്രത്യേകമായി ചൊരിയുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് കൃതജ്ഞതയുള്ളവരായിരിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം ഈ ശുശ്രൂഷകളിലൂടെ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നടക്കുന്ന ധ്യാനത്തിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Divine, divine, divine blessing. Divine, divine, divine. ഒരു കൊച്ച് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, കണ്ണുകൊണ്ട് ആ കൊച്ച് ഇത് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഇതിലേക്ക് നോക്കി അത് കഴിഞ്ഞാൽ പിന്നെ കൊച്ച് എന്ത് ചെയ്യുന്നു? ആ കൊച്ച് അത് കൈകൊണ്ട് ആ കൊച്ച് അതിന്മേൽ പയ്യെ ഇങ്ങനെ അടിക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെ കൊച്ച് കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞ ശേഷം കൊച്ച് കൈകൊണ്ട് അതിലിങ്ങനെ തല്ലും. ചില വിചാരിക്കും കൊച്ച് തല്ലിപ്പൊട്ടിക്കാൻ പോകുന്നത്. കൊച്ച് ചെവി കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇപ്പം കണ്ണുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്തു, ടച്ച്. അടുത്ത എക്സ്പീരിയൻസ് അത് കഴിഞ്ഞ് ചെവി കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം കൊച്ചു പയ്യെ അത് വായിലിടാൻ നോക്കും. ഹല്ലേലൂയ. അടുത്ത ഇന്ദ്രിയം കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക.
അങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിനത് വേണ്ട, അതവിടെ ഇട്ടിട്ട് പോകും. അതിനിടയിൽ ആരെങ്കിലും കയറി കൊച്ചിനെ പിടിച്ച് തടുത്തു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ എക്സ്പീരിയൻസ് പൂർത്തിയാകാത്തത് കൊണ്ട് കൊച്ചു കിടന്ന് കരയും. അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് അത് നമ്മുടെ മെമ്മറി ആയിട്ട് വരിക. മെമ്മറി എന്ന് പറയുന്നത് ന്യൂറോണിൻ്റെ കണക്ഷനാണ്, അതൊരു കെമിക്കൽ ആക്ഷനാണ്. ഒരിക്കലും ഒരു അനുഭവം ഉണ്ടായാൽ ഒരിക്കലും അത് നമ്മളിൽ നിന്ന് മാഞ്ഞു പോയി തരാം. അത് എന്നേക്കുമായിട്ട് നമ്മുടെ തലയിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കിടക്കും. നമുക്ക് മറക്കാം, പക്ഷെ മായ്ച്ചു കളയാൻ പറ്റിയല്ല. മറന്നാൽ സാഹചര്യങ്ങൾ വരുമ്പോൾ അത് വീണ്ടും ഓർമ്മയിലേക്ക് പൊങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ അനുഭവങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകുന്നില്ലെന്ന്. ഹല്ലേലൂയ. കമ്പ്യൂട്ടറിന് ഡിലേറ്റ് സിസ്റ്റം ഉണ്ട്, തലച്ചോറിന് ഡിലേറ്റ് സിസ്റ്റം ഇല്ല. ഹല്ലേലൂയ. ഇനി എൻ്റെ സാക്ഷ്യം പറയാം. ഞാൻ ജനിച്ചത് പാലാ പ്രവിത്താനം. 2 വയസ്സായപ്പോൾ കാർന്നോന്മാർ അപ്പനമ്മയും മലബാറിലേക്ക് കുടിയേറി. അങ്ങനെ മലബാറിൽ കോഴിക്കോട് നിന്ന് പിന്നെയും പോയി താമരശ്ശേരി ചെന്ന് കോടഞ്ചേരി എന്ന സ്ഥലത്ത് സ്ഥലം വാങ്ങിച്ച് അവിടെ കാട് വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കി അവിടെയാണ് ഞങ്ങളെ വളർത്തിയതും. 17 വയസ്സ് വരെ കോടഞ്ചേരി ഇടവകയുടെ ഭാഗമായിരുന്നു. 17 വയസ്സായപ്പോൾ ഒരു ഞങ്ങളുടെ ഇടവകയിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ അന്നത്തെ രൂപത തലശ്ശേരി രൂപതയാണ്, ഇന്നാണ് ഈ താമരശ്ശേരി രൂപത എന്ന് പറയും. അവിടെ ദൈവവിളി ധ്യാനമുണ്ട്. ഞാൻ വിളിച്ചു പറയുന്നൊന്നും കേട്ടില്ല. അപ്പൻ പള്ളിയിൽ പോയിട്ട് വന്നപ്പം പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ദൈവവിളി ധ്യാനത്തിന് പൊക്കോ, വണ്ടി കയറാൻ പഠിക്കാം. ഞങ്ങൾക്ക് അന്ന് ആ പ്രദേശത്തൊന്നും വണ്ടിയില്ല. 4 മൈല് നടന്നു പോയാൽ വണ്ടിയുള്ള സ്ഥലത്തെത്തുള്ളൂ. വല്ല കാലത്തും അങ്ങനെ വണ്ടി കാണുള്ളൂ. നീ വേണമെങ്കിൽ പൊക്കോ, നമ്മുടെ ഇടവകയിൽ നിന്ന് ഏതാനും പേര് ധ്യാനം കൂടാൻ പോകുന്നുണ്ട്. അങ്ങനെ ധ്യാനം കൂടാൻ പോയി. 3 ദിവസത്തെ ധ്യാനമോ മറ്റായിരുന്നു. 3-ാമത്തെ ദിവസം ഇങ്ങനെയൊരു വചനം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. ഈശോ പറയാണ്, എന്നെ പ്രതി അപ്പനെയോ അമ്മയെയോ നിലത്തെയോ വസ്തുക്കളെയോ ഉപേക്ഷിക്കുന്നവന് ഈ ലോകത്തിൽ വെച്ച് തന്നെ 100 മടങ്ങായി ലഭിക്കും. അതോടൊപ്പം പീഡനങ്ങളും സഹനങ്ങളും അതോടൊപ്പം നിത്യജീവനും ലഭിക്കും. ആ വചനം ധ്യാനിപ്പിച്ച് അച്ഛൻ പറഞ്ഞപ്പോൾ അത് എൻ്റെ മനസ്സിൽ പതിഞ്ഞു. ഈശോ പറയാണ്, എന്നെ പ്രതി അപ്പനെയോ അമ്മയെയോ നിലത്തെയോ വസ്തുക്കളെയോ ഉപേക്ഷിക്കുന്നവന് ഈ ലോകത്തിൽ 100 മടങ്ങായി ലഭിക്കും. അതോടൊപ്പം പീഡനങ്ങളും സഹനങ്ങളും ഉണ്ടാവും. വരുവാനിരിക്കുന്ന ലോകത്ത് നിത്യജീവനും ലഭിക്കും. ഹല്ലേലൂയ. എൻ്റെ പേര് ബിനോയ്. എൻ്റെ വൈഫുണ്ട്, വൈഫിൻ്റെ പേര് മഞ്ജു ബിനോയ്. ഞങ്ങൾ പത്തനംതിട്ട റാന്നിയിൽ നിന്നും വരുന്നു. ഞങ്ങൾ വർഷത്തിലൊരിക്കൽ ഇവിടെ ധ്യാനത്തിന് വരുന്നുണ്ട്. ഈ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നല്ല തിരക്കിലായിരിക്കുമല്ലോ എല്ലാവരും. അപ്പം നമുക്ക് മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടുവാനും ദൈവത്തോട് ഈശോയായിട്ട് കൂടുതൽ അടുക്കുവാനുമായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും നല്ല മനസ്സിന് നല്ല സംപ്രീതിയും മാനസിക സുഖവും ഒരു റിലാക്സേഷനും എല്ലാം കിട്ടി. ഞങ്ങൾ ഈശോ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി എൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ആ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ വലത് കൈ നീട്ടി. വലത് കൈ നീട്ടിയപ്പോഴുണ്ടല്ലോ, അവളുടെ ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് വലത് കൈ നീട്ടിയിട്ട് ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പം അവൾ എന്നോട് പറയുക, അച്ഛാ, ഞാൻ മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ആ സഹോദരി പറഞ്ഞപ്പം ഞാൻ പ്രാർത്ഥിക്കുമോ? നിങ്ങൾ പറ, പ്രാർത്ഥിക്കുമോ?
ഇല്ല. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് നീട്ടി കൈ പുറകോട്ട് വലിച്ചിട്ട് ആ സഹോദരൻ ചോദിച്ചു, മോളെ നീ മരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം എന്ന് നീ പറയാൻ എന്താ കാരണം ചോദിച്ചിട്ട് അവളുടെ മുഖത്തേക്ക്, അവിടെ രണ്ട് കണ്ണിൽ കണ്ണീരിങ്ങനെ ധാരധാര ഒഴുകുക. ഞാൻ എൻ്റെ മുറിയിലെ കസേരയിൽ ആ സഹോദരി എത്തിയിട്ട് ഞാനൊന്ന് ശാന്തപ്പെടുത്തിയിട്ട് അവളോട് ചോദിച്ചു, നീ അങ്ങനെ പറയാൻ എന്താ കാരണം? അപ്പോൾ ആ സഹോദരി എന്നോട് പറയാം, അച്ഛാ, ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അപ്പൻ എന്നെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല. ഇങ്ങനെ ആരുടെയും സ്നേഹം കിട്ടാതെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് ഞാൻ മരിക്കുന്നതിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് പറയാൻ കാരണം. നിങ്ങൾ ആരും കരുതണ്ട ഇതൊരു സഹോദരിയുടെ മാത്രം ചിന്തയാണ്. അല്ല, ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളുടെ എണ്ണം ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരിക. ഈ ചിന്തയാണ് ആത്മഹത്യയിലേക്ക്, നിരാശയിലേക്ക് എല്ലാം നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം കിട്ടണം. ആ ബോധ്യം എന്താണെന്നറിയോ? ഈ ഭൂമിയിൽ ഏതെല്ലാം മനുഷ്യ വ്യക്തികൾ, അപ്പനാകട്ടെ അമ്മയാകട്ടെ ജീവിതം ആരെല്ലാം നിന്നെ എന്തോരം സ്നേഹിച്ചാലും ആ സ്നേഹം കൊണ്ട് നിന്റെ മനസ്സിനെ നിറയ്ക്കാൻ പറ്റിയല്ല. ഇനി അടുത്തത് എഴുതിക്കൂ, നിറയ്ക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യ വ്യക്തികളുടെ സ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടിയല്ല, മറിച്ച് എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ്. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും മനസ്സ് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് മാത്രമേ നിറയ്ക്കാൻ പറ്റുള്ളൂ. എൻ്റെ പേര് ജിസ. ഞാൻ തൃശ്ശൂർ വഴുക്കുംപാറ എന്ന സ്ഥലത്തു നിന്നാണ് വന്നേക്കുന്നത്. ഞാൻ ഈ ഡിവൈനിലോട്ട് വന്നത് പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും എങ്ങനെ എൻ്റെ ജീവിതത്തെ കൂടുതലായി മെച്ചപ്പെടുത്താൻ സാധിക്കും എന്ന ലക്ഷ്യത്തോടു കൂടെയാണ്. ഇവിടെ വന്ന ആദ്യ ദിവസം തന്നെ വിശുദ്ധ കുർബാനയുടെ മധ്യയുള്ള സന്ദേശത്തിൽ ബഹുമാനപ്പെട്ട തടത്തലച്ചൻ പറയുകയുണ്ടായി, നമുക്ക് എങ്ങനെ ഒരു പുതിയ സൃഷ്ടിയാവാം എന്നതിനെക്കുറിച്ചുള്ള സന്ദേശമാണ് അച്ഛൻ പറഞ്ഞത്. ആ സന്ദേശത്തിലൂടെ എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും എത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന്. തുടർന്നുള്ള ബഹുമാനപ്പെട്ട പനക്കലച്ചൻ്റെയും മറ്റ് ശുശ്രൂഷകരുടെയും സഹായത്താൽ എനിക്ക് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് ആഴമേറിയ ഒരു തിരിച്ചറിവ് തന്നെയാണ് ലഭിച്ചത്. ബൈബിളിലെ ഓരോ വചനത്തിലൂടെയും ഈശോ എന്നിൽ സംസാരിക്കുന്നു എന്ന ഒരു വിശ്വാസം എനിക്ക് ലഭിക്കുകയുണ്ടായി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു റിലീഫ് തന്നെയാണ് ഉണ്ടായത്. ഞാൻ എൻ്റെ യേശുവിനെ മഹത്വപ്പെടുത്തുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഭൂമി സ്വർഗത്തിൽ ഇങ്ങനെ സംസ്ഥാപിതമാകുന്നത് അപ്പോസ്തല പ്രവർത്തനം 4:4 നിങ്ങൾ വായിക്കാം. എഴുതിയെടുക്കൊന്നും അല്ല, എഴുതിയെടുക്കുന്നതുകൊണ്ട് എനിക്ക് വിരോധമല്ല. ഇതൊക്കെ തമിഴൻ ആക്രിക്കടക്കാരൻ വരുമ്പോൾ പറക്കി കൊടുക്കാനുള്ളതാണെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ വാശി. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അഡ്വക്കേറ്റ് വിൻസെൻ്റ് ജൂഡ് ഫ്രാൻസിസ്. ഇതെൻ്റെ ബ്രദറാണ്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ധ്യാനകേന്ദ്രത്തിൽ വന്നതാണ്. പക്ഷേ പിന്നീട് കുറേ കാലം ധ്യാനത്തിനൊന്നും വരാൻ പറ്റിയിട്ടില്ല. ഇപ്പം കുറേ നാളായിട്ട് ജോലിയുടെയും പല തടസ്സങ്ങൾക്കും മൂലം എനിക്കിതിനൊന്നും വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും മനസ്സിൽ കുറേ ഭാരങ്ങളും കുറേ വ്യാകുലതകളും ടെൻഷനും ജോലിയുടേതായ കൺസേൺസും ഇതെല്ലാം ആയിട്ടാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്ന് ആദ്യ ദിവസങ്ങളിൽ എനിക്ക് ബുദ്ധിമുട്ടുകൾ, പലതരം വിഷമങ്ങളും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും
ഇന്നിപ്പോൾ ഇന്നലത്തെ ഇന്നർ ഹീലിംഗ് ശുശ്രൂഷയും ഓരോ വചനങ്ങൾ കേട്ടതിന് ശേഷം ഓരോരുത്തരുടെ ക്ലാസ്സുകൾ ബൈബിളിനെ കുറിച്ച് പഠിക്കാൻ പറ്റിയപ്പോൾ, അറിയാതിരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ നല്ലൊരു റിലാക്സേഷൻ ഉണ്ടായി. അതായത് ദൈവം എന്നെ തൊട്ടു. ഇന്നലത്തെ ആ ഒരു ശുശ്രൂഷയോടെ എൻ്റെ മനസ്സിലെ ഒട്ടുമിക്ക ഭാരങ്ങളും ഇറങ്ങിപ്പോയി. എല്ലാത്തിനോടും ഒരു പ്രത്യാശ വീണ്ടും എനിക്ക് ദൈവം അനുഗ്രഹിച്ചു തന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നൊരു അനുഭവം എനിക്കുണ്ടായി. ഇനിയും ഇതേപോലെ വരാൻ പറ്റുന്നപ്പോഴൊക്കെ എനിക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ എല്ലാവരും, നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുന്ന എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഇതെനിക്ക് സമയം കിട്ടുമ്പം ഇങ്ങനത്തെ ധ്യാന ശുശ്രൂഷകളിലൊക്കെ വരണം, പങ്കെടുക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഈ വിശുദ്ധ ഗ്രന്ഥം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ള പിള്ളേരൊക്കെ ഒന്ന് കരമുയർത്താൻ ഞാൻ 2 പിള്ളേർ കൈയുയർത്തി. അതിൽ ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. അവർ പണ്ട് ജീസസ് യൂത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരാ. ബാക്കി ഈ 380 പേരും ഈ വിശുദ്ധ ഗ്രന്ഥം വല്ലപ്പോഴും ഒരു ഇച്ചിരിയൊക്കെ എങ്ങാനും ഒന്ന് വായിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇവരെല്ലാം ഒരാഴ്ചക്കകം അല്ലെ ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ പിള്ളേരെല്ലാം ഒരു ഭർത്താവാകും, ഭാര്യയാകും, അവരുടെ വിവാഹം കഴിയും. ഇവരെന്തറിഞ്ഞിട്ടാ കല്യാണം കഴിക്കാൻ പോകുന്നത്? ഒരു കുടുംബനാഥൻ അല്ലെ ഒരു ഭർത്താവ് എങ്ങനെ ജീവിക്കണം, ഒരു ഭാര്യ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ദാമ്പത്യ ധർമ്മം നിർവഹിക്കണം, എങ്ങനെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം, എങ്ങനെ മക്കളെ വളർത്തണം, എങ്ങനെ സമൂഹത്തിൽ ഇതെല്ലാം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നേ. ആവേ 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 മരിയ, എല്ലാരും ചേർന്ന് ആവേ 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 മരിയ ചേർന്ന് പാടിക്കേ. എൻ്റെ പേര് കൃപ. ഞാൻ കോട്ടയം ജില്ലയുടെ അടുക്കത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് ഒരു ധ്യാനം കൊണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഡിവൈനിൽ വരുന്നത്. വചനങ്ങളെല്ലാം ക്ലാസ്സുകളെല്ലാം നല്ല അടിപൊളി ക്ലാസ്സുകളായിരുന്നു. വചനത്തിൻ്റെ ആഴമേയ അർത്ഥങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് എനിക്ക് പറ്റി. വളരെ നല്ലൊരു കുമ്പസാരവും കൗൺസിലിംഗും നടത്താനായിട്ട് സാധിച്ചു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്ന നീതിയുടെ പ്രത്യേകത, യേശുക്രിസ്തുവിനോട് ആരൈക്യപ്പെടുന്നുവോ അവരെ ശിക്ഷാവിധിയിൽ നിന്ന് സ്വതന്ത്രമാക്കാനാണ്. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അത് മനസ്സിലാകണമെങ്കിൽ യേശു പറഞ്ഞ സുവിശേഷ വചനം നമ്മുടെ ചങ്കിലുണ്ടാകണം. അവിടെ നമ്മൾ വായിക്കും, യോഹന്നാന്റെ സുവിശേഷം 3:17 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവനിലൂടെ ലോകത്തെ രക്ഷിക്കാനാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് വത്സ. ഞാൻ ഷാർജയിൽ നിന്ന് വരുന്നു. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പനക്കലച്ചൻ മുതലായ അവരുടെ ക്ലാസ്സുകളിലൂടെ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ വളരെ എൻ്റെ വചനത്തിൻ്റെ ചുരുളഴിഞ്ഞ് പ്രകാശം പരക്കുന്ന ഒരനുഭവം ഉണ്ടായി. പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ടുള്ള മാത്യു അച്ഛൻ്റെ ആ ക്ലാസ്സുകളും ആരാധനയും എല്ലാം വളരെ ഒരു വലിയൊരു പുതു ചൈതന്യവും പുതിയ ഒരു ഉണർവും ഒക്കെ എനിക്കും എൻ്റെ കൂടെയൊക്കെ ഉള്ളവർക്കും ലഭിച്ചു. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഏറ്റവും ഭയഭക്തിയോടെ എങ്ങനെ എനിക്കായിരിക്കാമോ അങ്ങനെ ആയിരിക്കാം. അന്യദേശത്ത് 1000 ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് കർത്താവിൻ്റെ സന്നിധിയിലെ ഒരു ദിവസം. ഇത് കൃപയുടെ നിമിഷങ്ങളാണ്. സ്വർഗം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന സമയമാണ്. സ്വർഗവും ഭൂമിയും
ഒന്നായിത്തീരുന്ന നിമിഷങ്ങളാണ്. നമ്മളെല്ലാവരും സ്വർഗീയ അനുഭവത്തിലാണ്. സകല വിശുദ്ധര്, മാലഹാമാര്, പരിശുദ്ധ കന്യകാമറിയം എല്ലാവരും ആഗതരാണിവിടെ. ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് മാർത്തയോടും മറിയത്തോടും ഈശോ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ ഇവിടെ ദർശിക്കും. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. കരങ്ങൾ ഉയർത്തി വീശി ആരാധന ആരാധന. ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ. Divine, divine, divine blessing. Divine, divine, divine. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഓരോ ആഴ്ചയും ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്കും അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്, സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്, രക്ഷയുടെ ദിവസങ്ങളാണ്. ഈ ആഴ്ചയിലെ ഓരോ ശുശ്രൂഷയിലൂടെയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടും കർത്താവ് തൊട്ട അനുഭവമുണ്ട്. യേശുവിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വളരെ വ്യക്തിപരമായിട്ട് സ്വീകരിക്കാനായിട്ട് സാധിച്ച അനുഭവമുണ്ട്. ഈ അനുഭവം നമ്മെ ഓരോരുത്തരെയും ഒരു പുതിയ വ്യക്തികളാക്കി മാറ്റി. ഓരോ ധ്യാനവും അതിലൂടെ കർത്താവ് മനുഷ്യ വ്യക്തികളെ പുതിയ വ്യക്തികളാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനത്തിൽ പറയുന്നത് ഒരു പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് പരമപ്രധാനം. അപ്പോൾ ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു പുതിയ വ്യക്തിയാകുക. അങ്ങനെ പുതിയ വ്യക്തിയാകുന്ന നമ്മളിലൂടെ, നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ, നമ്മുടെ ജീവിത പ്രവൃത്തിയിലൂടെ അനേകം വ്യക്തികളെ ഓരോ ആഴ്ചയിലും ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ നാം പുതിയ വ്യക്തിയായി മാറുന്നു. നമ്മിലൂടെ അനേകം വ്യക്തികളെ പുതിയ വ്യക്തികളാക്കി മാറ്റാനായിട്ട് സാധിക്കുന്ന വചനത്തിൻ്റെ ഇടപെടലിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനം, അതാണ് സുവിശേഷ വേല. അപ്പോൾ ഓരോ ആഴ്ചയിലും ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഓരോ വ്യക്തികളും സുവിശേഷ വേല ചെയ്യണം. പുതിയ വ്യക്തിയായിത്തീരുന്ന എന്നിലൂടെ അനേകം വ്യക്തികളെ പുതിയ വ്യക്തികളാക്കി മാറ്റുന്നതിന് വേണ്ടി ഞാൻ പണിയെടുക്കണം. അതിനുള്ള ഒരു പ്രത്യേകമായ ചൈതന്യം, ഇടപെടൽ ഓരോ വ്യക്തികൾക്കും കർത്താവ് കൂടുതലായിട്ട് നൽകട്ടെ. അങ്ങനെ നിങ്ങളുടെ ജീവിത സാക്ഷ്യത്തിലൂടെ ഇനിയുള്ള ആഴ്ചകളിൽ അനേകരെ ഈ ധ്യാനമന്ദിരത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഉപയോഗിക്കട്ടെ. അതിനുള്ള പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഇടപെടലും ശക്തിയും കർത്താവ് നിങ്ങൾക്ക് കൂടുതലായിട്ട് നൽകും. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.